ഗൈസ്, വെൽക്കം, വണക്കം. നമ്മുടെ ഈ പണ്ടാരോണ്ടോ പറഞ്ഞതോ ഇപ്പോഴും പറയുന്ന ചില പരിപാടികളുണ്ട്. എന്താ പറയുമ്പോൾ എന്താണ്, പണം നേടിക്കഴിഞ്ഞാൽ ആ നാറ്റം പണം മാറ്റുന്നത്. നാറിക്കൊണ്ട് പൈസ ഉണ്ടാക്കിയാലും ആ എന്താണ് നാറ്റം പണം മാറ്റിയിടുമെന്നൊക്കെ പറയുന്നത്. നിങ്ങളതിൽ വിശ്വസിക്കുന്നുണ്ടോ? ഈ നമ്മുടെ സാധാരണക്കാരെ ആൾക്കാർ മുതൽ എല്ലാവരും ഈ അധ്വാനിച്ച് ജീവിക്കുകയും കഷ്ടപ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നു. ചിലപ്പോൾ നിത്യവൃത്തി കുറച്ച് പൈസ മാത്രം കിട്ടും, അതിൽ വളരെ സന്തുഷ്ടരാണ് അവർ. ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ എനിക്കാണെങ്കിൽ കുറച്ച് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളും പ്രശ്നങ്ങളും കടങ്ങളൊക്കെ ഉണ്ടാവും എന്ന് കരുതി നിങ്ങൾ മറ്റേ ബാങ്ക് കൊള്ളയടിച്ചിട്ട് കടം തീർക്കാൻ ശ്രമിക്കൂ. അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ തൻ്റെ ശരീരം, ഞാനത് അങ്ങനെ അർത്ഥത്തിൽ എടുക്കുന്നു വിചാരിക്കരുത്. അതായത് അങ്ങനെ തൊഴിലായിട്ട് സ്വീകരിച്ചവരുണ്ട്, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതം നിങ്ങളെ തുണി അഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടും, അതുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കും. അതുപോലത്തെ പരിപാടികൾ കാണിക്കുന്ന ഉടായ്പകളുടെ കാര്യമാണ്. അതിന് വ്യക്തമായി ഞാൻ ആദ്യം തന്നെ പറയാം, ഇതിനകത്ത് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞ ആ ബാണങ്ങളുടെ ഈ സംഭവങ്ങളെല്ലാം ദയവായി നിങ്ങൾ ഈ പോലീസിലേക്ക് മെയിൽ ചെയ്ത് കൊടുക്കണം. നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇവർക്കൊന്നും അതില്ല. എന്താണ് കാര്യം എന്നുള്ള കാര്യം പറയാം. കുറേ അധികം കൊണാഞ്ചന്മാർ, ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നവർ, പണ്ട് താട്ടാ തീട്ടാന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കര കഥയും പറഞ്ഞ് ദാരിദ്ര്യവും പറഞ്ഞ് നടന്ന ടീംസ് കുറേ കാലം കഴിഞ്ഞ് ഇഷ്ടംപോലെ പൈസ ആയതിനു ശേഷവും എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ട് വീണ്ടും ആൾക്കാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് ഇവരിത് പറയണത് ഇതെന്നൊക്കെ പറയുന്നത് ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്നത്. എനിക്കും ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഒരുമാതിരിപ്പെട്ട ഈ യൂട്യൂബേഴ്സിനൊക്കെ ഇഷ്ടം പോലെ, ഇൻസ്റ്റാഗ്രാമിനകത്തൊക്കെ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇഷ്ടം പോലെ പ്രൊമോഷൻ വരും. അതിനകത്തൊക്കെ കിട്ടുന്ന പൈസ എന്തിനാണ് നമ്മളെ വീട്ടിൽ കൊണ്ട് നമ്മളെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്? എങ്ങനെ കഴിയുന്നു? ഒരു കാര്യമുണ്ട്, നമ്മുടെ പണ്ടൊരു മാമനുണ്ടായിരുന്നേ. ആ മാമനാണെങ്കിൽ ഈ മറ്റേ പറ്റിച്ചും വെട്ടിച്ചൊക്കെ കുറേ നേടി, കോടികൾ നേടി, കുറേ സ്ഥലം മറ്റത് മറിച്ചതൊക്കെ വന്നു. അവസാനം മാമൻ്റെ നട്ടലിലൊരു ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ വന്നു. അവസാനം ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ആ ട്രീറ്റ്മെൻറ്റിലൂടെ ഉള്ളത് നശിച്ചു, നാട്ടുകാർ കൊടുത്തത് നശിച്ചു. അവസാനം ഇയാൾ മരിക്കുകയും ചെയ്തു. ആ കുടുംബം നിത്യദാരിദ്ര്യത്തിൽപ്പെട്ട് അവസാനം ആത്മഹത്യ ചെയ്തു. ഇത് സത്യസന്ധമായ ഒരു കാര്യമാണ്. അതുപോലത്തെ പരിപാടികൾ ഈ പറഞ്ഞ ടീമുകൾക്കൊന്നും വരാതിരിക്കട്ടെ. ഇവരൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടി പ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. സോ എന്താ കാര്യം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തു, മലയാളി വ്ളോഗർമാരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ പൂട്ടി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഈ സാധനം, അല്ലേ? അതായത് എന്താണ് ഇതിനകത്തുള്ള റിയൽ ആയിട്ടുള്ള കാരണങ്ങൾ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് നോക്കാം, എന്താ സംഭവം എന്നുള്ളത്. ഇതിന്റെ ന്യൂസ് ഇങ്ങനെയാണ്: ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തു, മലയാളി ഇൻസ്റ്റാഗ്രാം വ്ളോഗർമാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ പൂട്ടി. ഇൻസ്റ്റാഗ്രാം മാത്രമല്ല, ഇനി ബാക്കിയുമാരുടെ യൂട്യൂബ് മറ്റത് മറിച്ച് എല്ലാം പൂട്ടിക്കണം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയ വയനാടൻ വ്ളോഗർ, എൻ്റെ അമ്മൂസേ, മല്ലു ഫാമിലി സുജിൻ, ടാറ്റാ, ഫഷ്മിന സാക്കിർ തുടങ്ങിയവരടക്കമുള്ളവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾക്കെതിരെയാണ് നിലവിൽ മെറ്റ നടപടി എടുത്തിരിക്കുന്നത്. ഇത് ഈ ഫേസ്ബുക്ക് കാണിച്ചിട്ടുണ്ട്. യൂട്യൂബിൻ്റെ അകത്ത് ഈ പരിപാടി, തന്തയില്ലാത്ത പരിപാടിയും കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട്. യൂട്യൂബ് അടിച്ച് അപ്പം തന്നെ ടെർമിനേറ്റ് എടുത്ത് കളയും. യൂട്യൂബിന് ഇത്രയും പോലും ആലോചിച്ചുകൊണ്ടിരിക്കത്തില്ല. എന്തായാലും നന്നായി, യൂട്യൂബിൽ ഈ പരിപാടി നടക്കത്തില്ല കേട്ടോ. ഇങ്ങനെ അഥവാ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇവരെ അറിയിക്കണം. നമ്മൾ അധികൃതരല്ല, ഞാൻ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ഇതിനകത്ത് വീഡിയോയിൽ. അനധികൃതമായി പ്രവർത്തിക്കുന്ന ബെറ്റിംഗ് ആപ്പുകളുടെയും ഗെയിമിംഗ് ആപ്പുകളുടെയും പ്രൊമോട്ട് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ പൂട്ടിച്ച് കേരള പോലീസ്. ബിഗ് സല്യൂട്ട് അവർ കേരള പോലീസ്, വേറെ ലെവൽ. അഡ്വക്കേറ്റ് ജിയാസ് ജമാലിന്റെ പരാതിയിൽ നേരത്തെ സൈബർ പോലീസ് എടുത്ത കേസിന് പിന്നാലെയാണ് നടപടി. സൈബർ സെല്ലിന്റെ ഇടപെടലിനെ തുടർന്ന് അനധികൃതമായ ആപ്പുകൾ ഇൻസ്റ്റഗ്രാമിലൂടെ പ്രചരിപ്പിച്ച നിരവധി അക്കൗണ്ടുകൾ നിലവിൽ ലഭ്യമല്ല. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആയ വയനാടൻ വ്ളോഗറിന്റെ മല്ലു ഫാമിലി സുജിൻ, തട്ടൻ, ഫഷ്മിന സാക്കിർ തുടങ്ങിയവരടക്കമുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കെതിരെയാണ് നിലവിൽ മെറ്റ നടപടി എടുത്തിരിക്കുന്നത്. നിലവിൽ അവർ ശരിക്കും പറഞ്ഞിങ്ങനെ കരയുമായിരിക്കും. നിരോധിച്ചിരിക്കുന്നു. നേരത്തെ അനധികൃത ആപ്പുകൾ ചിലത് ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു. ഇതിന് പിന്നാലാണ് ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ വീഡിയോകൾ പങ്കുവയ്ക്കുന്ന വ്യക്തികളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കെതിരെ നടപടി ഉണ്ടായത്. രാജ ഗെയിം പോലുള്ള ആപ്പുകളെയാണ് ഈ പ്രൊഫൈലുകൾ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. ഈ നമ്മുടെ എന്താ പറയുക, നമ്മുടെ അപ്പൂസ് ഉണ്ടല്ലോ, അപർണ കെ ഷാജി, അപ്പൂസിന്റെ ക്രൗഡ് കിഡോയും ഈ സാധനമാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഈ അക്കൗണ്ടിൽ നിന്നൊക്കെ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട്. നീയൊക്കെ വെറും ബാണങ്ങളാണ് ഇവരൊക്കെ ഫോളോ ചെയ്യുന്നത്. നീയൊക്കെ വെറും ബാണങ്ങളാണ് ഇവരൊക്കെ ഫോളോ ചെയ്യുന്നത്. വെറും ബാണങ്ങളിൽ ബാണങ്ങളാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, ഇവർ പറയുന്ന ആപ്പും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്ന, ഒരു തലച്ചോറിനകത്ത് ഒരു തേങ്ങയില്ലാത്ത കുറേ അധികം എന്താ പറയുക സാമൂഹിക ദ്രോഹികളെ വളർത്തുന്ന കുറച്ചധികം എന്താ പറയുക അവരെ താങ്ങി ജീവിക്കുന്ന കുറേ അധികം വൈറസുകൾ. സത്യം, ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടെന്നുള്ള കാര്യമാണ് ലജ്ജാകരം, ഭീകരം.
ആപ്പുകളിൽ നിന്ന് പ്രൊമോഷനായി വൻതുക കൈപ്പറ്റിയ ശേഷം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ ഈ ആപ്പിലൂടെ ഗെയിം കളിച്ചുണ്ടാക്കിയ തരത്തിലായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പങ്കുവച്ചിരുന്നത്. നേരത്തെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഇത്തരത്തിലുള്ള ഗെയിമിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന ചൂണ്ടിക്കാട്ടുന്ന എസ് അഭിജിത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി രംഗത്ത് വന്നിരുന്നു. എസ് അഭിജിത്ത്, ബിഗ് സല്യൂട്ട് ബ്രോ, നിങ്ങൾ വേറെ ലെവലിലാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. സത്യം, യൂട്യൂബിൻ്റെ അകത്തും ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്തുള്ള കുറേ എണ്ണത്തിനൊക്കെ ഒരു പേടി വന്നിട്ടുള്ള ഈ പുള്ളിക്കാരൻ നിരന്തരമായിട്ട് ഇവന്മാരെ എക്സ്പോസ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് മാത്രമാണ്. കാരണം ഇവർ ആപ്ലിക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന പറയുമ്പോൾ റോഡിൽ കൂടെ ഒരു മാമനും മാമിയും പോകും, അല്ലെങ്കിൽ റോഡ് സൈഡിൽ ഒരു അമ്മമ്മ ഇരിക്കും, ആ അമ്മമ്മയ്ക്ക് കൊണ്ടുവരും, അമ്മമ്മ അവർ 500 രൂപ വച്ചോ, അല്ലെങ്കിൽ റോഡിൽ കൂടെ പോകുന്നൊരു മാമ കഷ്ടപ്പെടുന്ന മാൻ 1000 രൂപ മാമ വച്ചോ എന്നിട്ട് പറഞ്ഞു. ഇതെല്ലാം കാണിക്കാനുള്ള പൈസ എനിക്ക് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാമോ? ഞാൻ ദാക്ഷായണി അമ്മ ചേച്ചിയുടെ കടയിൽ നിന്ന് ഉണ്ടാക്കുന്ന പൈസയൊന്നുമല്ല. ഞാനാണെങ്കിൽ ഈ ഗെയിം കളിക്കും. ഞാൻ കളിക്കുന്ന കളി എന്ന് വെച്ചാൽ ഞാനും കളിക്കും, ഞാൻ എൻ്റെ ഭാര്യയും കളിപ്പിക്കും, ഞങ്ങൾ ഒരുമിച്ചും കളിക്കും. ഞങ്ങൾ കൂട്ടുകാരും കുടുംബക്കാരും എല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് കളിച്ചുണ്ടാക്കുന്നതാണ്. ഏത് കളി? ഞാൻ ഉദ്ദേശിച്ച കളി എന്ന് വെച്ചാൽ ഇത് ഗെയിം ആപ്പ് വെച്ച് കളിക്കുന്ന കളിയാ. അങ്ങനെ കളിച്ചുണ്ടാക്കുന്നതാ, മനസ്സിലായില്ലേ? അങ്ങനെ കളിപ്പിച്ചുണ്ടാക്കുന്നതാ, മനസ്സിലായില്ലേ? അങ്ങനെ ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് അതെല്ലാം കണ്ടിട്ട് ഇതെല്ലാം കണ്ട ഡെമോ, ഇത് വെറും ഡെമോ ആണെന്ന് പോലും മനസ്സിലാക്കാത്ത ഊളകൾ ഇതൊന്നും അറിയാതെ നേരെ പോയിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പോയി എന്ത് ചെയ്യും? അതിനകത്ത് കുത്തിയിരുന്ന് ഈ അപ്ലോഡ് ചെയ്ത് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള പൈസകൾ കൊണ്ടിട്ട് അതിനകത്ത് നിന്ന് ഉള്ള പൈസ നഷ്ടപ്പെടുന്നു, ബാങ്ക് ബാലൻസ് നഷ്ടപ്പെടുന്നു. ആദ്യം കുറച്ച് കിട്ടും, അപ്പോൾ വിചാരിക്കും ഇനിയും കിട്ടും എന്ന് പറഞ്ഞ് കുറച്ച് കൂടുതൽ പൈസ കൊടുക്കുന്നു. അങ്ങനെ കൊടുത്ത് പണ്ട് നമ്മുടെ അമ്പലങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ കട്ടകളി എന്ന് പറഞ്ഞുള്ള സാധനമുണ്ട്. നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളുടെ നാട്ടിൽ എന്ത് കളിയാണെന്ന് അറിയത്തില്ല. ആ ഒരു പരിപാടി ഇങ്ങനെ ഒരു ഇതൊക്കെ മറിച്ചിടും. എനിവേ, കട്ടകളി എന്ന് നമ്മുടെ നാട്ടിലൊക്കെ പറയാറ്. നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെ പറയുക, നിങ്ങൾ അറിയും എന്നുള്ളൊരു കളിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം അതിനകത്ത് ഇപ്പം കുറച്ച് പൈസ വയ്ക്കും, കളിച്ചിട്ടിടും, അവസാനം അത് പോവും. അവസാനം പിന്നെയും നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും വീണ്ടും കിട്ടും. അങ്ങനെ വീണ്ടും പൈസ വെച്ച് ഉള്ളതെല്ലാം പോകും. മറ്റേ നൈസായിട്ട് നമ്മുടെ പൈസ ഊറ്റിയെടുക്കും. 5 വെച്ചാൽ 10, 10 വെച്ചാൽ 100, 100 വെച്ചാൽ 1000 എന്നൊക്കെ പറയുന്നില്ലേ, അതിന് ഇരട്ടി കിട്ടും. അങ്ങനെ മൂഞ്ചിക്കൊണ്ട് പോകും. ടോട്ടൽ ഫോർ യു തട്ടിപ്പ് പോലെ. നേരത്തെ സമാനമായ രീതി തട്ടിപ്പ് നടത്തിയ മഹാദേവ് ആപ്പ്, ഫൈവിൻ തുടങ്ങിയവർക്കെതിരെ എൻഫോഴ്സ്മെന്റ് വകുപ്പ് നടപടിയെടുത്തിരുന്നു. ആഗോളതലത്തിൽ 400 കോടിയോളം രൂപ ആപ്പിലൂടെ തട്ടിയെടുത്തായിരുന്നു ഹൈവിൻ ആപ്പ് പറഞ്ഞത്. മിനി ഗെയിമുകൾ കളിച്ച് എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള അവസരം ഉപയോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഫൈവിൻ ആപ്പ് ശ്രദ്ധ നേടിയത്. ആപ്പിലൂടെ എത്തുന്ന ഫണ്ടുകൾ ക്രിപ്റ്റോ അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നതാണ് ED കണ്ടെത്തിയത്. ആലോചിച്ച് നോക്ക്, ഇത് നമ്മുടെ ഗവൺമെന്റുകളെ നമ്മൾ സഹായിക്കണം. കാരണം ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസേഴ്സിലേക്കാണ് വരുന്നത്. അവർ പോലും അറിയാതെ, അഥവാ നമ്മുടെ ഈ ഡയറക്റ്റ് സംവിധാനങ്ങളൊന്നും ഇല്ലാതെയാണ് ഇവന്മാർ ഡയറക്റ്റ് ഇൻഫ്ലുവൻസേഴ്സിലൂടെ ഈ സാധനം വിറ്റഴിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ സാമൂഹിക ദ്രോഹികൾ, തീവ്രവാദികൾ എന്നൊക്കെ പറയുന്നവരെക്കാട്ടിൽ മേളിലാണ് ഈ ദ്രോഹം ചെയ്യുന്ന മയിലുകൾ. ഓക്കെ, ഇനി ഇതിന്റെ വിശദമായൊരു കാര്യം നിങ്ങളെ കാണിച്ചുതരാം. നിയമവിരുദ്ധ ബെറ്റിംഗ് ആപ്പുകൾക്കും പ്രൊമോട്ട് ചെയ്യുന്നവർക്കും പൂട്ടിട്ട് കേരള പോലീസ്. ബ്രോ, ഇതെന്താ സംഭവം? എന്താണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പുതിയ അപ്ഡേറ്റ്? നമ്മൾ കഴിഞ്ഞ 1 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമപോരാട്ടം അതിന്റെ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് ഇപ്പോൾ വന്നത്. അതിൽ ആദ്യം തന്നെ ഇദ്ദേഹത്തിന് ബിഗ് സല്യൂട്ട്. ഇദ്ദേഹം കൊടുത്ത കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഇവന്മാരുടെ ഈ കുറെ അധികം അക്കൗണ്ടുകളൊക്കെ പൂട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ എസ് അഭിജിത്തിനെ പോലെ ആൾക്കാർ ഇത് എക്സ്പോസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മളെപ്പോൾ ആൾക്കാർ ഇത് കൂടുതൽ അറിയുന്നത്. കുറെ നന്മ വരങ്ങളൊക്കെ ഉണ്ട്. നിക് വ്ലോഗ്സ് ഒക്കെ കുറെ കാലം കൊണ്ട് ഈ സാധനങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്ത് നടത്തുന്ന ആളാണ്. നൈസായിട്ട് ഇപ്പോൾ ആൾ മുങ്ങി നിൽക്കുക. ഇപ്പം അത് ചാരിറ്റി ഒന്നും ഇല്ലല്ലോ, വീട് വെച്ച് കൊടുക്കുന്നില്ലല്ലോ, അപ്പൂപ്പനെ വീട് വെച്ച് കൊടുക്കുന്നില്ല, അമ്മൂമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കുന്നില്ല, ലോകത്തിൽ എല്ലാ ആൾക്കാർക്കും നന്മ ചെയ്ത് വിളയുന്നില്ല. ഈ നന്മ ചെയ്യുമ്പോൾ മലയാളികൾ സപ്പോർട്ട് ചെയ്യും. കാര്യം തന്നെ ഒരു ആൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമില്ല. പക്ഷേ ഇവന്മാരൊക്കെ നന്മ ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ലക്ഷങ്ങൾ വാങ്ങിക്കും, അതിൻ്റെ അകത്ത് ചെറിയൊരു എമൗണ്ട് കൊണ്ട് ആർക്കും കൊടുക്കുന്ന പോലെ കാണിക്കും. മനസ്സിലായില്ലേ? ആദ്യമേ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ത്യയിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസർമാരെ ശക്തമായി നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനം, അതുപോലെ തന്നെ ഇതുപോലത്തുള്ള കണ്ടന്റ് അത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം നീക്കം ചെയ്യാൻ എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് അടക്കമുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകൾക്കും പോലീസ് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ചിലരുടെയൊക്കെ അക്കൗണ്ട് പോയിട്ടുണ്ട്. അതെന്താണ് ബ്രോ? ഈ ഇല്ലീഗൽ ഇതുപോലത്തെ കണ്ടന്റുകൾ ചെയ്യുന്ന ആരാണെങ്കിലും, അത് എത്ര വെരിഫൈഡ് അക്കൗണ്ട് ആണെങ്കിലും, എത്ര വലിയൊരു ക്രിയേറ്റർ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു നിർദ്ദേശം പോലീസിന് കൊടുക്കാനുള്ള അധികാരമുണ്ട്. ആ അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായും അവരുടെ അക്കൗണ്ടുകൾ അടക്കം നീക്കം ചെയ്യപ്പെടും. അപ്പൊ ശ്രദ്ധിക്കണം, വീഡിയോ മാത്രമല്ല പോവുക, അക്കൗണ്ടും പോകും. അപ്പൊ പൊതുജനങ്ങൾക്ക് പരാതി ഇനി കൊടുക്കാൻ പറ്റും. തീർച്ചയായും എല്ലാ ആളുകളും ഇത്തരം ഇല്ലീഗൽ കണ്ടന്റുകളോ പ്രൊമോട്ട് SPCY എന്താണ്, SP സൈബർ കോപ്സ്, സൈബർ OPS ആണ് കേട്ടോ. മേളിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു സംഭവം. ആ ഒരു സാധനം നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുക. ഈ ഒരു സംഭവത്തിൻ്റെ അകത്ത് നിങ്ങൾ കേരള ഗവൺമെന്റിന് അല്ലെങ്കിൽ കേരള പോലീസിന് ഈ സാധനം അയച്ചു കൊടുക്കുക. ഓക്കെ, ചെയ്യുന്ന കാര്യങ്ങളോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് ഇമെയിൽ മുഖാന്തരം പരാതി കൊടുക്കാവുന്നതാണ്. നടപടി ഉറപ്പായിട്ടും സ്വീകരിക്കും. അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്നാൽ മാത്രമേ എന്തെങ്കിലും നമുക്ക് ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയൂ. അപ്പൊ ഞാനോ ജിയാസ് ബ്രോയോ 1-2 പേരോ വിചാരിച്ചാൽ നടക്കുന്ന കാര്യം മാത്രമല്ല, നമ്മൾ ഓരോരുത്തർക്കും പറ്റാവുന്ന കാര്യങ്ങൾ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായി ചെയ്യുക. ഇനി ഒരാൾക്ക് പോലും ഇത്തരം ചതിക്കുഴിയിൽപ്പെട്ട് ജീവൻ നഷ്ടപ്പെടരുത്.
നിയമവിരുദ്ധ അപ്പോൾ മനസ്സിലായില്ലേ? അപ്പം ഇതിനകത്ത് അവരെ പോലുള്ള ആൾക്കാർ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഈ ഒരു സംവിധാനത്തിനെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്കാർ അതിന് കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഗവൺമെന്റിലേക്ക് ഇത് എത്തിക്കാനും ശ്രമിക്കണം. മനസ്സിലായില്ലേ? അതാണ് സംഭവം. കഴിഞ്ഞില്ല. ഇനി ആരൊക്കെയാണ് നമ്മുടെ ആൾക്കാരെന്ന് കാണണ്ടേ? ആഹാ, ഇത് ആരൊക്കെയാണ്? ഓൺലൈൻ തട്ടിപ്പ് ഗെയിമിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ലക്ഷങ്ങൾ ഫോളോവേഴ്സ് ഉള്ള ഈ തട്ടിപ്പുകാരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന് പൂട്ട് വീണു. വാ, രണ്ടുപേരും എന്ത് സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് അല്ലേ? എന്താ രസം അല്ലേ? ഒരാൾ കാർ ഇറക്കുന്നു, ലോറി ഇറക്കുന്നു, വലിയ ബെൻസ് ഇറക്കുന്നു, എന്തൊക്കെയൊക്കെ പരിപാടി നടക്കുന്നു. മറ്റാൾ BMW ഇറക്കുന്നു, വീട് വയ്ക്കുന്നു, ആൾക്കാർക്ക് സേവനം ചെയ്യുന്നു, നല്ല പരിപാടികൾ ചെയ്യുന്നു. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാ മങ്കാത്താടാ. എന്ത് തന്നെയാണെങ്കിലും ഞാൻ എഴുതി വെച്ച് പറഞ്ഞു തരാം. ഞാനൊക്കെ കുറേ ബിസിനസ്സൊക്കെ ചെയ്ത് നമ്മൾ കുറേ കടക്കാരനും പറ്റത് മറിച്ചതൊക്കെ ആയി സാമ്പത്തികമായിട്ട് തരിപ്പണമായിട്ടൊക്കെ പോയിട്ടുള്ള ആളാണ്. ഇന്നും നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വ്യക്തിപരമായ ജീവിതത്തിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ എൻ്റെ മാത്രം കാര്യങ്ങളാണ്. നിങ്ങളുടെയും ഇത് കാണുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും അതൊക്കെ ഉണ്ടാവും. എന്നെപ്പോലുള്ള ഒരാൾക്ക് എൻ്റെ സാമ്പത്തിക പ്രശ്നം തീർക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ ഒന്നോ രണ്ടോ ആപ്പിന് മാത്രം കൈ കൊടുത്തെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ തീർന്നേനെ. എന്തുകൊണ്ട് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ താഴെ 2 കുട്ടികളുണ്ട്. എൻ്റെ വാർദ്ധക്യം ബാധിച്ചുള്ള എൻ്റെ അമ്മയുണ്ട്. അവർ ഇന്നും തൊഴിലുറപ്പുള്ള ജോലി ചെയ്യുന്നു. ഞാനും എന്നെ കൊണ്ട് കഴിയുന്ന ജോലികൾ ഞാൻ ചെയ്തു, എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. അതുപോലെ യൂട്യൂബിൽ സമയം കിട്ടുന്ന പോലെ യൂട്യൂബിൻ്റെ അകത്തും വീഡിയോ ചെയ്യുന്നു. അതിലൂടെ കിട്ടുന്ന പൈസയിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. എനിക്ക് കിട്ടുന്നത് ചിലപ്പോൾ ഒരു 10,000-30,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പിയാണ്. ചില മാസങ്ങളിലില്ല, കഴിഞ്ഞ മാസം ഒന്നും കിട്ടിയിട്ടില്ല. എനിവേ അത് പോട്ടെ, എനിക്കതിൽ അതൃപ്തിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഉള്ളതുപോലെ മതി. എന്നാൽ ഇവരെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിന് ഒരു മാസം യൂട്യൂബിൽ നിന്ന് മാത്രം കിട്ടുന്ന 4 ലക്ഷത്തിലധികം ഏറ്റവും കുറഞ്ഞത് യൂട്യൂബിൽ നിന്ന് മാത്രം. ഫേസ്ബുക്കിൽ പുറമെ അങ്ങനെയാണെങ്കിൽ 5-6 ലക്ഷത്തിന് മേളിൽ യൂട്യൂബിൽ ഫേസ്ബുക്കിലായിട്ട് ഇവർക്ക് ഫേസ്ബുക്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് മാത്രം അതിനുള്ള റവന്യൂ കിട്ടും. 5-6 ലക്ഷം രൂപ മാസം പെർ മന്ത്. ചിന്തിക്കണം. അതിന് പുറമെ ഇവർക്ക് എന്താ പറയുക, ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊമോഷൻസ് കുറേ ഉണ്ട്. കുറേ ആൾക്കാർ ഡ്രസ്സ് കൊടുക്കുന്നു, മറ്റത് മറിച്ച് പ്രൊമോട്ട് ചെയ്യുന്നു. അതിനകത്തൊക്കെ മിനിമം 20,000, 50,000, 1 ലക്ഷം അതിന് മേളിലൊക്കെ പൈസ വാങ്ങിക്കും. പിന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇപ്പോൾ റിസോർട്ടുകൾ മറ്റത് മറിച്ചത് 1 ലക്ഷത്തിൽ കുറയാതെ അതിനകത്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ കിട്ടും. അതായത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ ഒരു 10% ആണെങ്കിൽ അതിൻ്റെ 2-3 ടൈംസ് എബോ ഇവർക്ക് അല്ലാതെ പ്രൊമോഷൻ ചെയ്ത് കിട്ടും. അതിനും പുറമെയാണ് ഈ പറയുന്ന ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് ഇവർ ഈ പൈസ ഉണ്ടാക്കുന്നത്. നിങ്ങൾ പറ, ഇതിന് പറയുന്ന പേരെന്താണ്? ഈ സംഭവത്തിന് അനുഭവിക്കാതെ പോകത്തില്ല കേട്ടോ. ഞാൻ ഉറപ്പിച്ച് പറയാം, അനുഭവിക്കാതെ പോകത്തില്ല. ഇങ്ങനെ ഊമ്പിച്ചുണ്ടാക്കുന്ന പൈസ ഉണ്ടെന്ന് നീ ഒന്നും ഉണ്ടാക്കത്തില്ല. നേട്ടം എന്നുള്ള കാര്യം വളരെ പരിമിതമായ കാലഘട്ടത്തിൽ അത് ആസ്വദിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒരു വീഴ്ച ഉണ്ടാവും. ആ വീഴ്ചക്കകത്ത് കിടന്ന് ആ നക്ഷത്രക്കാലം എണ്ണുകയും ചെയ്യും. അന്ന് ഇതിനെ റിഗ്രറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അന്ന് തിരിച്ച് ആരോടും ഒന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ മഹാരോഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ എല്ലാം കുറ്റിയേറ്റ് പോകുന്ന പല പരിപാടി ലൈഫിൽ സംഭവിക്കും. ആ ഇവൻസിനൊക്കെ കാത്തിരിക്കുക. മനസ്സിലായില്ലേ? അതൊക്കെ നിൻ്റെയൊക്കെ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുക. ഓക്കെ, ആൾക്കാരെ പറ്റിച്ച് തന്നെയാണ് ഈ പൈസ ഉണ്ടാക്കുന്നത്. ആൾക്കാരെ പറ്റിച്ചിട്ടില്ല എന്ന് പറയട്ടെ, അപ്പം പറയും ഇത് അവരുടെ റിസ്ക് അല്ലേ. ആണ്. ഈ ഊളന്മാർ, ഈ ഊളത്തികളൊക്കെ പറഞ്ഞത് കേട്ടിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഉണ്ടാക്കുന്ന അവരെയൊക്കെ നാട് കടത്തണം. വിദ്യാഭ്യാസം ഇല്ലാത്ത കുറേ ആൾക്കാർ, ഇവരെയൊക്കെ താങ്ങി നടക്കുന്ന ആൾക്കാർ. കഷ്ടം. വയനാടൻ അണ്ണൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ താഴെ കിടന്നൊരു പോസ്റ്റാണ്. ഇനി അണ്ണൻ പറയുന്നത് ഞാൻ ഉണ്ടാക്കിയത് അവിടെ തന്നെ കിടപ്പുണ്ട്. അതിഥി തൊഴിലാളിയുടെ പരാക്രമം. ടൂറിസ്റ്റ് ബസ്സിൽ ഇന്നലെ രാമനാട്ടുകര ടൂറിസ്റ്റ് ബസ്സിൻ്റെ അകത്തും സീറ്റിലും എയ്ഡ്സ് രോഗിയായ അതിഥി തൊഴിലാളി രക്തം നിറച്ച സിറിഞ്ച് കൊണ്ട് കുത്തി വെച്ച് രോഗം പടർത്താൻ ശ്രമിച്ചതായി അറിയുന്നു. ഇത് ഉള്ളതാണോ കള്ളതാണോ? ലവൻ്റെ പോസ്റ്റിൻ്റെ അകത്ത്, റീസെൻ്റ് ആയിട്ടുള്ള പോസ്റ്റിൻ്റെ താഴെ കിടക്കുന്നൊരു കാര്യമാണ്. നമ്മളാരും ഉണ്ടാക്കിയൊന്നുമല്ല, അത് അവിടെ എത്ര ദിവസം കൊണ്ട് അവിടെ കിടക്കുന്നതാണ്. ഓക്കെ, ഇവരുടെ പേജുകളെന്നത് ഇപ്പോഴാണ്. ഇവരൊക്കെ പേജ് സെർച്ച് ചെയ്ത് ഇങ്ങനെയാണ്. സോറി, ദിസ് പേജ് ഈസ് ഇൻ അവൈലബിൾ അല്ല. അതായത് പൂട്ടി, അക്കൗണ്ട് പൂട്ടി. ഇനി മറുനാടനിൽ വന്ന ന്യൂസ് ഇതാണ്. ഹലോ ഗൈസ്, ഹലോ ഗൈസ് അതെനിക്ക് കൂടെ ഉള്ള വെപ്പാണല്ല. ഇൻസ്റ്റയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് എന്നത് മറയാക്കും. വളരെ വിശ്വസനീയ ആപ്പുകൾ എന്ന് പറഞ്ഞ് ഫുൾ പ്രൊമോഷൻ. വലയിൽ വീഴുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ, ഇൻഫ്ലുവൻസർ എന്ന പേരിൽ ചെയ്യുന്ന തരികിട പരിപാടികൾ. വയനാടൻ വ്ലോഗർ അടക്കം അക്കൗണ്ടുകൾ പൂട്ടിച്ച് കേരള പോലീസ് സൈബർ സെൽ ടീം. ID ബ്ലോക്കിങ്ങിൽ ഞെട്ടി പ്രമുഖർ. എങ്ങനെയുണ്ട്? ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തു. മലയാളി വ്ളോഗർമാരുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ പൂട്ടി. ഞെട്ടത്തിരിക്കുന്ന ഫസ്മിനെയാണ് കരച്ചിൽ. ഓക്കെ, എടേ, ഞാൻ ഇപ്പോഴും എനിക്ക് ഇവരെ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുമ്പോൾ പോലും ഞാൻ ഉള്ളുകൊണ്ട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ പെർഫെക്റ്റ് ആണോടെ? ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. എൻ്റെ ഇംപെർഫെക്ഷൻസിനെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് ഞാൻ. പക്ഷെ ഞാൻ ചെയ്യാത്തൊരു കാര്യം, നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ നമുക്ക് വരുമാനം കിട്ടും. ഇവരൊക്കെ നമ്മളെക്കാട്ടിൽ എത്രയോ മേളിൽ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും നിന്നൊക്കെ വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്.
അങ്ങനെ ഉണ്ടാക്കുന്നവർക്ക് അതിനെക്കാട്ടിൽ അപ്പുറത്തേക്ക് ആൾക്കാരെ മൂഞ്ചിച്ചുകൊണ്ടെന്താ, ഓക്കെ ഡ്രസ്സിൻ്റെ പ്രൊമോഷൻ ചെയ്യാം, അതുപോലെ തന്നെ മറ്റുള്ള ഈ റിസോർട്ടുകളുടെ പ്രൊമോഷൻ ചെയ്യാം, മറ്റുള്ള സാധനങ്ങൾ വിൽക്കാം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ പരിപാടിയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒഴിവാക്കിക്കൂടെ? അത്രേ പറയുന്നുള്ളൂ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ പൂട്ടി. നിയമവിരുദ്ധ ബെറ്റിംഗ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് പൂട്ടിട്ട് കേരള പോലീസ്. സോഷ്യൽ മീഡിയയിൽ ഉള്ളടക്കം നീക്കം ചെയ്യാൻ എല്ലാ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് നോട്ടീസ് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുന്നവരെ പിടികൂടാൻ നിരീക്ഷണവും ശക്തമായി. സേവ് ലൈവ്സ്, പ്രൊട്ടക്ട് ഫ്യൂച്ചർ, സേ നോ ടു ഗാംബ്ലിംഗ്. spcyberos.pol@kerala.gov.in. ഈ പൊതുജനങ്ങൾക്കും പരാതി നൽകാന്ന് പറഞ്ഞാൽ ഈ സാധനം നിങ്ങൾ സേവ് ചെയ്ത് വെച്ചേക്കുക. ഇതിനകത്ത് നിങ്ങൾ പരാതി ഫോർവേഡ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇവന്മാരുടെ ഇനി ഈ പ്രൊമോഷൻ നടക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് അത് എവിടെയാണ് നടക്കുന്നതെങ്കിലും ആ ലിങ്കും വെച്ചിട്ട് അങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് ഇത് കൊടുത്തേക്കുക. അങ്ങ് പോട്ടെ എല്ലാം അധ്വാനിച്ചുണ്ടാക്കട്ടെ, അല്ല യൂട്യൂബിൽ നല്ല കോണ്ടന്റ് ചെയ്തിട്ടുണ്ടാക്കട്ടെ, അല്ലാതെ ആൾക്കാരെ മൂഞ്ചിച്ചുണ്ടാക്കണ്ട. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഇത് നിങ്ങൾ ഇവരുടെ ആരുടെങ്കിലും സപ്പോർട്ടേഴ്സാണ്, തള്ളയ്ക്ക് വിളിച്ച് കമൻറ്റ് ബോക്സ് നിറയ്ക്കാമെന്നുണ്ടെങ്കിൽ മത്തായിക്ക്. സോ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എടുത്ത് അടുത്തൊരു വീഡിയോ കൊണ്ട് കാണുന്നത്. ബൈ.